ഇവിടെ പിള്ളേരൊക്കെ ഇല്ലടാ. പിള്ളേരൊക്കെ നീ ഇവിടുത്തെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണല്ലോടാ. ഇത്രയും വലിയ അലമ്പാണോ നിങ്ങൾ ഉണ്ടാക്കിയേക്കണ്? ഇവിടെ നിന്ന് ആരും അനങ്ങിയിട്ടില്ല. എന്ത് സീൻ തന്നെയാണല്ലേ. അതാ ടീച്ചർ വന്നു. ടീച്ചറോട് ചോദിച്ചേക്കാം, ടീച്ചറെ എന്താണ് സംഭവം? ഈ പിള്ളേര് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞല്ലോ? ഇതാ പിള്ളേരാ ഇതുപോലത്തെ വേറെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഇവറ്റങ്ങള് കാരണപ്പോ ഇവരാകെ അല്ലമ്പണ്ടാക്കിട്ട് ഒരു 5-8 ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കുന്നത്. ഇതുപോലെ തലകുറിച്ച പിള്ളേരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വേഗം കൊണ്ടുപോയിക്കോ, പ്രിൻസ് കാണണ്ട. രണ്ടെണ്ണത്തിന് കണ്ടു കഴിഞ്ഞാൽ ഇടിച്ച് പഞ്ചറാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്ക് ദേഷ്യമായിട്ട് അങ്ങേര് പോയിട്ടുള്ളത്. എന്തിനാ ചെയ്തത് നിങ്ങള്? ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പിള്ളേരെ പോയി കണ്ടോട്ടാ, അവിടെ വൻ സീനാണ്. ശരി ടീച്ചറെ, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെട്ടാ. ഞാൻ വന്നേ, നിങ്ങൾ എന്ത് കാണിച്ചിട്ടാ വന്നേക്കണ്? നിങ്ങള് എന്തായാലും ഇവിടെ ഉണ്ടാക്കിയേക്കണ്? ഇതാരവിടെ പിള്ളേരെടുത്ത് മാറി നിക്കവിടുന്ന്. ഏതടാ ഷിൻഡാനെ പുതിയൊരു അവതാരം? സ്കൂളിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. മതി ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. പിള്ളേരൊരലമ്പുണ്ടാക്കിട്ടേ ഇനിയിപ്പോ ടീച്ചർമാര് പറയില്ലേ നമ്മളെ കണ്ടിട്ട് ഇവര് പഠിക്കണെന്ന്. അതിനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഇവര് പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് വല്ല അലമ്പുണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങക്ക്? ഇവിടെ രണ്ടെണ്ണത്തിന് നിങ്ങൾ അടിച്ചിട്ടില്ലേ? ഇതേപോലെ തന്നെ പിള്ളേരും കാണിച്ചത്. അത്ര ഉള്ളു സീൻ. ചേട്ടാ അപമാനിച്ചെങ്കി ഞാൻ പോയിക്കോട്ടെ. ചിന്താന നീ ഇങ്ങോട്ട് വന്നേ. ഇത് മാത്രല്ലല്ലോ സ്കൂള്, നമുക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തരാം. നിങ്ങളെ ഒന്നും പറ്റില്ലെങ്കിൽ ആ പഞ്ചായത്ത് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തരാം പോരെ? ചേച്ചി എന്നാൽ എനിക്ക് ഈ സ്കൂളായിരുന്നു ഇഷ്ടം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ അല്ലേ ചേച്ചി, എനിക്ക് ഈ സ്കൂൾ മതി. ചേച്ചി ടീച്ചറോട് സംസാരിക്കേ. ആ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഫ്രണ്ട്സിനല്ലടാ 5-8 അവിടെ അടിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലെ. അതെ ഹലോ നിക്ക്. അതെ ഇത് പോലീസ് കേസ് ആയിട്ടുണ്ട് കേട്ടാ. നിങ്ങളെ വീട്ടിലേക്ക് എന്തായാലും നിങ്ങളെ തപ്പി പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. എന്റെ പൊന്നു ടീച്ചറെ, ഞങ്ങള് കണ്ടത്ര പോലീസിനൊന്നും ടീച്ചർ കണ്ടിട്ടില്ലാട്ടാ. അല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കണേ ടീച്ചറെ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കേട്ടില്ല തോന്നുന്നുണ്ടല്ലേ. സാരല്ല, നമുക്ക് വേഗം വീട്ടിൽ പോട്ടാ. വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും ഒരു ബിരിയാണി വെച്ചാൽ ചേച്ചിയാ. ആടാ ബിരിയാണി? നീ ആകെ പുലിവാലുണ്ടാക്കി വെച്ചിട്ട് ബിരിയാണി അല്ല നിനക്ക് മിണ്ടാണ്ടിരുന്നോടെ. ഞാൻ ആ ടീച്ചറോട് ഫ്രാങ്ക്ലിനാണ് ഡയലോഗ് കളിക്കുന്നു വിചാരിച്ചിട്ട് നീ വല്ലാണ്ട് പൊങ്ങൊന്നും വേണ്ട. നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കേട്ടാ. ഇനി 2 ഞാൻ പഞ്ചായത്ത് സ്കൂളിലല്ല, മറ്റേ വേറെ ഏതെങ്കിലും സ്കൂളിൽ നഴ്സറിയിൽ അങ്ങനെ കൊണ്ട് ചേർത്തു ഞാൻ. പിന്നല്ലാണ്ട് നിങ്ങളതിനൊന്നും പഠിക്കാൻ വിട്ടിട്ട് ഒരു കാര്യമില്ല, എനിക്ക് മനസ്സിലായി മോനെ. അതുകൊണ്ട് ഞാൻ ഇനി ആ ഭാഗത്തേക്ക് നോക്കണില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി പഠിക്കണമെങ്കിൽ പഠിച്ചാൽ മതി. എനിക്ക് ഒരു നിർബന്ധമില്ല കേട്ടാ. പഠിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ജോലി കിട്ടി നിങ്ങൾ പൊക്കോ. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങളെങ്കിലും നന്നായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്. ഇപ്പം നിങ്ങൾ അതിനേക്കാൾ വല്ലാത്ത പുലിവാലാക്കിയിട്ടാണ് വരുന്നത്. എനിക്ക് വയ്യ, ഈ പരിപാടിക്ക് വയ്യ. ഇനിയിപ്പോൾ പോലീസാ പട്ടാളം ആരൊക്കെ വരുന്നുണ്ട് കേട്ടല്ലോ. ഞാൻ അവർ വന്ന് എന്തുട്ടാ കണ്ടേക്കണാവോ? എന്തേലും ആവട്ടെ, വരണോടത്ത് വെച്ച് കാണാം. പോലീസല്ലേ, നമുക്ക് നേരിടാന്നേ. പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ലേ. എനിക്കാരനോടെ ചേച്ചി നിങ്ങളെ രക്ഷിക്കുന്നത്. പോലീസ് വന്നാൽ എനിക്ക് ചെയ്യുള്ള കേസാണ്. ചേച്ചിയെ ഗണ്ണൊക്കെ റെഡി ആയിട്ട് നിന്നോട്ടാ. ഞാൻ വെറുതെ ഡയലോഗ് ഒക്കെ പറയുന്നുള്ളൂ. പക്ഷേ പോലീസ് വന്ന് ചേച്ചി ഞങ്ങളെ രക്ഷിക്കണം കേട്ടാ.